എല്ലാവർക്കും നമസ്കാരം. TBS വേൾഡിലേക്ക് സ്വാഗതം. നമുക്കൊരു തനി നാടൻ വിഭവം ഉണ്ടാക്കാം. കപ്പയും ചെറുപയറും വെച്ചിട്ട് ഒരു ചെറിയൊരു കറി ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കപ്പ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുപയർ വേറെ വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും വേറെ വേറെ വേവിച്ചെടുക്കണം. അപ്പോൾ കപ്പയ്ക്ക് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കപ്പ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം. അപ്പോൾ ശ്രദ്ധിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പം നമ്മുടെ ചെറുപയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിലേക്ക് വേണ്ട അരപ്പിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ ഒരു അരമുറി തേങ്ങയുടെ മുക്കാൽ ഭാഗമാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി, ഒരു കുഞ്ഞല്ലി വെളുത്തുള്ളി, അതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. കറിവേപ്പില, 2 പച്ചമുളക്, കുറച്ച് ജീരകം, ചെറിയ ജീരകമാണ് കേട്ടോ. പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ കപ്പ വേവിച്ച് വെള്ളമൊക്കെ പോക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കപ്പ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് ഒരു ഒറ്റ വിസിൽ നമുക്ക് ഇതടച്ച് വെച്ച് വേവിക്കും. അപ്പോൾ നമ്മുടെ കപ്പയും ചെറുപയറും നന്നായിട്ട് 2 വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വേവിച്ചതിന് ശേഷമാണ്. അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നമുക്കൊന്നിങ്ങനെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കണം കേട്ടോ. എല്ലാ പീസും ഒന്നും ഉടയ്ക്കേണ്ട, കുറച്ചൊരു കറിക്കൊരു തിക്ക് വരാൻ മാത്രം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് വറ്റിപ്പോവേ. കപ്പയും ചെറുപയറും ആണല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പയും ചെറുപയറും കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കടുകൊക്കെ താളിച്ചൊഴിക്കുമ്പോഴേ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ആ കടുകിലേക്കിട്ട് താളിച്ച് ഒഴിക്കണം. ഞാനിതിൽ ഒഴിക്കുന്നില്ല കേട്ടോ, അവിടെ പിള്ളേർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന്. അപ്പം നമ്മുടെ കപ്പയും ചെറുപയർ കറിയും ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഇച്ചിരി കടുക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കടുകിൽ എന്നാൽ ചെറിയ ഉള്ളി വെളുത്തുള്ളിയും കൂടെ കടുകിൻ്റെ കൂടെ ചേർത്തിട്ടാണ് ഇട്ടത്. അപ്പോൾ നമ്മൾക്ക് കപ്പ പുഴുങ്ങിയത് ബാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ചപ്പാത്തി ഉണ്ട്, മട്ടൻ കറി ഉണ്ട്. അങ്ങനെയാണ് രാവിലത്തെ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ കപ്പയും ചെറുപയർ കറിയും നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.